വെൽക്കം. തൈമനാണ്, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് അനാലിസിസ്. സോ ഇതിനകത്ത് ലിമിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ലിമിറ്റ് ടെസ്റ്റ്. സോ ലിമിറ്റ് ടെസ്റ്റിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്ന കാര്യം നമ്മൾ പറയും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാം ക്ലോറൈഡിന്റെ ലിമിറ്റ് ടെസ്റ്റ് ആണ്. നമ്മൾ IP 2018 പ്രൊസീജിയർ ആണ് നമ്മൾ പറയാം. പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഓഫ് ക്ലോറൈഡ് ലിമിറ്റ് ടെസ്റ്റ്. ആൻഡ് മൂന്നാമതായിട്ട് മോഡിഫൈഡ് ക്ലോറൈഡ് ലിമിറ്റ് ടെസ്റ്റ് കൂടി നമ്മൾ പറയും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് എന്താണ് ലിമിറ്റ് ടെസ്റ്റ്, രണ്ട് ക്ലോറൈഡിന്റെ ലിമിറ്റ് ടെസ്റ്റ്, മൂന്ന് മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റ് ടെസ്റ്റിൽ നമ്മളൊരു പരിധി നിശ്ചയിക്കുകയാണ്. ഒരു ഇംപ്യൂരിറ്റി, സർട്ടൻ ഇംപ്യൂരിറ്റിക്ക് നമ്മളൊരു പരിധി നിശ്ചയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു അതിൽ കൂടുതലാവാൻ പാടില്ല. പരിധിയിൽ കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറയുക. ഇതാണ് നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുക. സോ വി ഫിക്സ് എ ലെവൽ ഓർ പോയിന്റ്. ഒരു ലെവൽ ഓർ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓർ എ ഫിക്സഡ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ ആൻ സർട്ടൻ ഇംപ്യൂരിറ്റി, ഒരു പ്രത്യേക ഇംപ്യൂരിറ്റിക്ക് ഒരു പ്രത്യേക ലെവൽ വയ്ക്കും. ആൻഡ് ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ, അത് സമ്മതിക്കില്ല. സോ ലിമിറ്റ് ടെസ്റ്റ് ആർ ടെസ്റ്റ്. ലിമിറ്റ് ടെസ്റ്റ് ആർ ടെസ്റ്റ് ടു നോ, അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? വെദർ ആൻ ഇംപ്യൂരിറ്റി, ഒരു ഇംപ്യൂരിറ്റി ഈസ് പ്രസന്റ്, ഉണ്ടോ ഇല്ലയോ എന്നല്ല, പ്രസന്റ് ബിയോണ്ട് ദ ഫിക്സഡ് ലിമിറ്റ്. ബിയോണ്ട് ദ ഫിക്സഡ് ലിമിറ്റിൽ അപ്പുറത്തുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുക. സോ ഇതെങ്ങനെ അറിയും? ഇത് അറിയാനായിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണം. ദർ ഷുഡ് ബി എ സ്റ്റാൻഡേർഡ്. ഒരു പ്രത്യേക സാമ്പിളുമായിട്ട്, സ്റ്റാൻഡേർഡ് സാമ്പിളുമായിട്ട് നമ്മൾ ഇപ്പോൾ താരതമ്യം ചെയ്ത് നോക്കണം അല്ലെ. നമ്മൾ നിശ്ചയിച്ച പരിധിയുള്ള ഒരു സ്റ്റാൻഡേർഡ് വെക്കുക, ഇത്രയാണ്, ഓക്കെ, അതിന് അപ്പുറത്തുണ്ടോ ഇല്ലയോ. സോ ഈ സ്റ്റാൻഡേർഡുമായിട്ട് ടെസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യണം. സോ ലിമിറ്റ് ടെസ്റ്റ് ആർ കമ്പാരിസൺസ് ഓർ കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. കമ്പാരറ്റീവ് ടെസ്റ്റ്, കമ്പാരറ്റീവ് എന്നാണ് കൃത്യമായിട്ടുള്ള വാക്ക്. ഓക്കെ, കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് എന്താണ്, വാട്ട്സ് അവർ എൻഡ് പോയിന്റ്? വി ആർ ചെക്കിംഗ് മൂന്ന് കാര്യങ്ങളാണ് മിക്കവാറും. ഒന്ന് ടെർബിഡിറ്റി ആയിരിക്കാം, ഓർ ഒപാലസൻസ് ആയിരിക്കാം, ഓർ കളർ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സോ സ്റ്റാൻഡേർഡിന്റെയും, ഇത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിന്റെയും, ടെസ്റ്റിന്റെയും ഇതിന്റെയും നമ്മൾ ഒപാലസൻസും ടെർബിഡിറ്റി ഓർ കളർ ഇതിലേതെങ്കിലും കമ്പയർ ചെയ്യും. ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര അളവിലുണ്ട് എന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം. നമുക്ക് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ, പരിധിക്ക് പുറത്താണോ അകത്താണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രേ നമുക്ക് പറയാൻ പറ്റും. സോ ഫൈനൽ വേർഷൻ, വാട്ട് ആർ ലിമിറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എഴുതേണ്ട പോയിന്റ്സ്, ഓൺലി പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. സോ ഇറ്റ്സ് എ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്, അതിൽ തന്നെ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. രണ്ടാമത്തത് എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുക? ഇറ്റ് ഈസ് ഡൺ ടു ഐഡന്റിഫൈ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ആൻഡ് കൺട്രോൾ, എന്ത് കൺട്രോൾ ചെയ്യാനാണ്? സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ്, ചെറിയ ക്വാണ്ടിറ്റീസ് ഓഫ് ഇംപ്യൂരിറ്റീസ്. എവിടെ? ഇൻ ഗിവൺ കോമ്പൗണ്ട്, ഓർ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്, ഇൻ ഗിവൺ കോമ്പൗണ്ട്. അതിൽ ചെറിയ തോതിൽ ഉണ്ടോ ഇല്ലയോ, അളവിലുണ്ടോ ഇല്ലയോ, അളവിൽ കൂടുതൽ ഉണ്ടോ ഇല്ലയോ. സോ ഇറ്റ്സ് എ കമ്പാരിറ്റീവ് ടെസ്റ്റ്. മൂന്നാമത്തെ കാര്യം, ഇറ്റ്സ് എ കമ്പാരിറ്റീവ് ടെസ്റ്റ് എന്നാണ്. ഓക്കെ, വിത്ത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുക? ടെസ്റ്റ് വിത്ത് നോൺ സ്റ്റാൻഡേർഡ്, അറിയാവുന്ന സ്റ്റാൻഡേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെ ഒരു കമ്പാരിസൺ ആണ്. സോ വി കമ്പയർ എന്തൊക്കെയാണ്? കളർ ഓർ ടെർബിഡിറ്റി ഓർ ഒപ്പാലൻസ്. സോ ഇതാണ് പ്രധാനപ്പെട്ട 4 പോയിന്റ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്, അത് നമ്മൾ ഇത് എന്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെയർ ആണ്. ഓക്കെ, യൂഷ്വലി ഡൺ ഇൻ നെസ്ലേഴ്സ് സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് വെയറിലാണ് ചെയ്യുന്നത്. സോ നെസ്ലർ സിലിണ്ടർ ഞാൻ ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കൃത്യം ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഒരേ ലെവലാണ്. മീൻസ് ഡയമീറ്റർ ഈസ് സെയിം ത്രൂ ഔട്ട്, അറ്റം തൊട്ട് അവസാനം വരെ ഡയമീറ്റർ ഈസ് സെയിം. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഏറ്റവും നല്ല ഗ്ലാസ് വെച്ചിട്ട്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ്. യൂണിഫോം ഡയമീറ്റർ ഫ്രം bottom to top and made of class A standard borosilicate glass. So ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളതായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അവസാനം എഴുതേണ്ടത് എക്സാമ്പിൾസ് കൂടി എഴുതണം. എക്സാമ്പിൾസ്, നമ്മൾ പല എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ടോക്കിംഗ് അബൌട്ട് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡിന്റെ ലിമിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ആണ്, നമ്മുടെ കയ്യിൽ ഒരു കോമ്പൗണ്ട് തന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഇതിൽ അനുവദിച്ചതിൽ കൂടുതൽ ക്ലോറൈഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് എടുക്കും. അപ്പൊ അനുവദിച്ച എത്രയാണെന്ന് നോക്കും, അത്രയും ക്ലോറൈഡ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് എടുക്കും. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും.
ഇനി ഈ ക്ലോറൈഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ ഓർ തിയറി ബിഹൈൻഡ് ദിസ് ടെസ്റ്റ്, അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ്, വെരി സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ദ സോലിബിൾ അലിഞ്ഞു കിടക്കുന്ന ക്ലോറൈഡ് Cl- അത് നമ്മൾ ആഡ് ചെയ്യുന്ന സിൽവർ നൈട്രേറ്റ് AgNO3 ആണ് സിൽവർ നൈട്രേറ്റ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡിക് മീഡിയം, ആസിഡിക് മീഡിയം ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഡയല്യൂട്ട് HNO3 ആണ്, നൈട്രിക് ആസിഡ് ആണ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡിക് മീഡിയം എന്ത് സംഭവിക്കും? ഇത് സിൽവറും ക്ലോറൈഡും കൂടി ചേർന്നിട്ട് AgCl സിൽവർ ക്ലോറൈഡ് ആകും, പ്ലസ് NO3- കൂടി ആവുന്നുണ്ട്. നമുക്കിത് മതി. സിൽവർ ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താണ്? ദിസ് വിൽ പ്രസിപ്പിറ്റേറ്റ്, ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഓർ ദിസ് ഈസ് ഇൻസോലുബിൾ ആണ്, ദിസ് കോസസ് ടെർബിഡിറ്റി ഉണ്ടാക്കും, ഓർ ദിസ് കോസസ് ഒപ്പാലസൻസ്. സോ ഈ ടെർബിഡിറ്റി ഒപ്പാലസൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ടെർബിഡ് ആക്കി വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ടെർബിഡിറ്റി ഉള്ള ഒരു സംഭവം ഉണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യുക. സോ ഇതിന് കൂടുതലാണെങ്കിൽ ഇഫ് ടെർബിഡിറ്റി ഈസ് ഹിയർ ദാറ്റ് മീൻസ് എബവ് ദ ലിമിറ്റ്, എബവ് ആണ്. ഇതിനേക്കാൾ കുറവാണെങ്കിൽ, ഇതിനാണ് കൂടുതലെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് ബിലോ ദ ലിമിറ്റ്. ഇതാണ് ഇതിന്റെ ബേസിക് അടിസ്ഥാനം. ഓക്കെ, സോ വി ആർ കമ്പയറിംഗ് ദ ടെർബിഡിറ്റി ഇൻ ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾസോ ഇൻ ദ ടെസ്റ്റ്. ടെസ്റ്റും സ്റ്റാൻഡേർഡും കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിന്റെ റിയാക്ഷന്റെ ഇക്വേഷൻ ഇതാണ്. ക്ലോറൈഡും AgNO3 ആൻഡ് AgCl ഇത് ഫോം ചെയ്യുന്നു. മറ്റേ സ്റ്റാൻഡേർഡിനകത്തുള്ള ഇക്വേഷൻ വലിയ വ്യത്യാസമില്ല, സെയിം. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്, നേരിട്ട് സോഡിയം ക്ലോറൈഡ് ആണ്, ഇത് സെയിം ആണ്. സോ ഇതും സെയിം ആണ്. ഇവിടെ NaNO3 ആയിരിക്കും ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ ഈ ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. ഒന്നാമത്തെ കാരണം ഒരു ആസിഡിക് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. ആസിഡിക് എൻവയോൺമെന്റിലാണ് ഈ പ്രസിപ്പിറ്റേഷൻ കാര്യമായിട്ട് കൃത്യമായിട്ട് നടക്കുന്നത്. രണ്ടാമത്തത് നൈട്രേറ്റ് ഇൻ നൈട്രിക് ആസിഡ് ഗീവ്സ് കോമൺ അയോൺ എഫക്ട്, ഒരു കോമൺ അയോൺ എഫക്ട് ഉണ്ടാക്കും. സോ ഇവിടെ NO3 ഉണ്ട്, നൈട്രിക് ആസിഡും കൊടുക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഉണ്ടാവാതെ AgCl കൂടുതലായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേഷൻ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തത് നൈട്രിക് ആസിഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നൈട്രിക് ആസിഡ് ക്യാൻ ഡിസോൾവ് അതർ ഇംപ്യൂരിറ്റീസ്, മറ്റ് ഇംപ്യൂരിറ്റീസ്, ഉദാഹരണം സൾഫേറ്റോ കാർബണേറ്റോ അങ്ങനെയൊക്കെയുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യും. സോ ഡിസോൾവ് അതർ ഇംപ്യൂരിറ്റീസ്. സോ ഈ 3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ്, ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രൊസീജിയർ പറയാം. ഞാൻ പറയുന്ന പ്രൊസീജിയർ 2018 IP പ്രകാരം ഉള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും പഴയ പ്രൊസീജിയർ ആയിരിക്കാം ചിലപ്പോൾ ചെയ്യുക. സോ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓക്കെ, ദെൻ ടെസ്റ്റ് ഉണ്ട്. സോ നമ്മുടെ സ്റ്റാൻഡേർഡിൽ സോഡിയം ക്ലോറൈഡ് ആണ്, നമ്മൾ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുക. അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 25 ppm പാർട്സ് പെർ മില്യൺ ആക്കി നമ്മൾ ക്രമീകരിച്ചു. സോ ഈ 25 പാർട്സ് പെർ മില്യൺ സ്റ്റാൻഡേർഡ് ക്ലോറൈഡ് അതുമായിട്ടാണ് നമ്മുടെ ടെസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യും. സോ 2 നെസ്ല സിലിണ്ടർ എടുത്തു, രണ്ടും 50 ml കപ്പാസിറ്റി ഉള്ളതാണ്. 50 ml, ഇവിടെയും 50 ml, രണ്ടും സെയിം സാധനങ്ങളാണ്. ഇത് സ്റ്റാൻഡേർഡ്, ഇത് ടെസ്റ്റ്. സോ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡിനകത്തേക്ക് നമുക്ക് 10 ml, ഓക്കെ, 10 ml 10 ml സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് ഒഴിക്കുക. ഈ സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാക്കുന്നു ഞാൻ അവസാനം പറഞ്ഞേക്കാം. പ്ലസ് ഒരു 5 ml ഡിസ്റ്റിൽ വാട്ടർ കൂടി ഒഴിക്കുക. അപ്പൊ ടെസ്റ്റിൽ നമുക്ക് സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ് എന്നാണ് IP പറയാ. സ്പെസിഫൈഡ് എമൗണ്ട്, കാരണം ഏത് ടെസ്റ്റ് സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നത് നമുക്കറിയില്ല, അതനുസരിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. തൽക്കാലം നമുക്ക് 1 gram ആണെന്ന് വയ്ക്കായിരിക്കാം. ആൻഡ് ദിസ് ഈസ് 1 gram ഈസ് ഡിസോൾവ്ഡ് ഇൻ 5 ml. സെയിം പോലെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇനി രണ്ടാമത്തത്, ഇതിനകത്തേക്ക് 10 ml 10 ml 10 ml ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് HNO3 ആഡ് ചെയ്യുന്നു. ഇതിനകത്തേക്കും അത് തന്നെ 10 ml ഡയല്യൂട്ട് HNO3 ആഡ് ചെയ്യും. ദെൻ മേക്കപ്പ് ടു 50 ml വിത്ത് ഡിസ്റ്റിൽ വാട്ടർ, 50 ml ഒക്കെ ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യും. ദെൻ പിന്നെ അതിനകത്തേക്ക് വി ഹാവ് ടു ആഡ് 1 ml ഓഫ് 0.1 നോർമൽ സിൽവർ നൈറ്റ് AgNO3 ആഡ് ചെയ്യുക അതിനകത്തേക്ക്. ഇവിടെയും അത് തന്നെ സെറ്റ് അസൈഡ് ഫോർ 5 minutes 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് ശരിക്കും ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലുക്ക് ഫോർ ഒപ്പാലസൻസ്. ഇതിനകത്താണോ കൂടുതൽ ടെർബിഡിറ്റി ഓർ ഒപ്പാലസൻസ്? ഏതിനകത്താണ് കൂടുതൽ നോക്കുക. ഓക്കെ, സോ അതാണ് ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്യുമ്പോൾ ടെസ്റ്റിനകത്ത് ഇതിനകത്ത് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ടെർബിഡിറ്റി ഒപ്പാലസൻസ് ഇവിടെ കുറവാണെങ്കിൽ എന്താണ് അർത്ഥം? കുറവാണെങ്കിൽ 25 പാർട്സ് പെർ മില്യനേക്കാൾ താഴെയാണ്. സോ ദിസ് പാസ് ദ ലിമിറ്റ് ടെസ്റ്റ്. ഈ ലിമിറ്റ് ടെസ്റ്റ് പാസ്സായി. ഇല്ല, ഇതിനകത്ത് ഭയങ്കരമായിട്ട് ടെർബിഡിറ്റി കൂടുതലാണെന്ന് വിചാരിക്കുക. സപ്പോസ് തിങ്ക് ദാറ്റ് ടെർബിഡിറ്റി ഹിയർ ഈസ് മോർ ദാൻ ദിസ്. സോ അതിന്റെ അർത്ഥം എന്താ? ദർ ഈസ് മോർ ക്ലോറൈഡ്. ഇതിനകത്ത് ക്ലോറൈഡ് 25 പാർട്സ് പെർ മില്യനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. സോ ഇതാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. ഇനി നമുക്ക് മോർ
മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ക്ലോറൈഡ് ആണ് നോക്കേണ്ടത്. മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. എന്തിനാണ് ഈ മോഡിഫിക്കേഷൻ വരുത്തേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത സാമ്പിൾ നേരത്തെ കളറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക, ഇപ്പം ആഡ് ചെയ്തതിന് കളേർഡ് ആണെന്ന് വിചാരിക്കുക. കളേർഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈ കളർ ടെർബിഡിറ്റി ആയിട്ട് ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, സോ മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ദിസ് ക്ലോറൈഡ് ഈസ് ഫോർ കളേർഡ് സാമ്പിൾ. വേറെ ഉള്ളതിനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഇവിടെ ഉപയോഗിച്ച സംഭവം നമ്മൾ KMnO4 ആണെന്ന് വിചാരിക്കുക അല്ലെ. സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് KMnO4 ആണെന്ന് വിചാരിക്കുക. KMnO4ന്റെ കളർ ഈ കളറാണ്, പർപ്പിൾ കളറാണ്. പർപ്പിൾ കളർ ടെർബിഡിറ്റി വരുമ്പോഴത്തേക്കും അത് ഇന്റർഫിയർ ചെയ്യും. സോ വി ഹാവ് ടു റിമൂവ് ദിസ് കളർ, ഈ കളർ മാറ്റണം. സോ സ്റ്റാൻഡേർഡ് ഈസ് വൺ ആൻഡ് സെയിം. സ്റ്റാൻഡേർഡിന് ഒരു മാറ്റമില്ല, ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി വി ഹാവ് ടു ചേഞ്ച് ഹിയർ. ഇവിടെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. KMnO4നെ ഡീകളറൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 95% ഓഫ് എത്തനോൾ ആണ്. എത്തനോൾ എന്ന് വെച്ചാൽ ആൽക്കഹോൾ ആണെന്ന് നമുക്കറിയാം. എത്തനോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡീകളറൈസ്. KMnO4 എന്ന് പറയുന്ന സംഭവം ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഇത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ നടക്കും. സോ റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ KMnO4ന്റെ കളർ മാറും. സോ ഈ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്നത് KMnO4 ആണ്. KMnO4 ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. KMnO4ലേക്ക് ആഡ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ഈസ് C2H5OH. സോ ദിസ് ഗീവ്സ് അപ്പോൾ 2 KMnO4 + 3 ഇതാണ്. ഫോം ചെയ്യുന്നത് അസറ്റാൽഡിഹൈഡ് ആണ്, CH3CHO. 3 അസറ്റാൽഡിഹൈഡ് ഉണ്ടാവും പ്ലസ് 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. this 3CH3CHO ആണ്. ഓക്കെ, 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും, ദെൻ MnO2 ഉണ്ടാകും, പ്ലസ് വാട്ടർ 2H2O കൂടി ഉണ്ടാകും. സോ ഇതുണ്ടാകുന്ന ഈ സംഭവം എല്ലാം കളർലെസ് ആണ്. സോ ദിസ് ഈസ് കളർലെസ്. സോ നമുക്കിവിടെ കളർലെസ് ആയി. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ KMnO4 എടുക്കുക. എത്ര എടുക്കണമെന്ന് വെച്ചാൽ 1.5 ഗ്രാം എടുക്കുക. ഡിസോൾവ് ഇൻ 50 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ദെൻ വി വിൽ ആഡ് പതിയെ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കുക. 6 ml ആൽക്കഹോൾ സ്ലോലി ഇങ്ങനെ ആഡ് ചെയ്യുക, ചൂടാക്കിക്കൊണ്ടേയിരിക്കും. സോ ഡിസോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും കളർലെസ് ആകും. ദെൻ ഫിൽട്ടർ ഇറ്റ്, കൂൾ ഇറ്റ് ആൻഡ് ഫിൽട്ടർ ഇറ്റ്. ആദ്യം തണുപ്പിക്കുക, ഫിൽട്ടർ. ദെൻ പഴയതുപോലെ തന്നെ എത്രയും ആവശ്യമുള്ളത്രയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, സോ സെയിം ബാക്കിയെല്ലാം 5 ml ഇത്. ദെൻ നൈട്രിക് ആസിഡ് സെയിം. ദെൻ 50 ml AgNO3. എവരിതിങ് ഈസ് സെയിം. ഒറ്റ വ്യത്യാസം, ഈ ടെസ്റ്റ് സാമ്പിൾ ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് മോഡിഫൈഡ് ക്ലോറൈഡ് ലിമിറ്റ്. ഇനി ഈ സ്റ്റാൻഡേർഡ് സെയിം ആണെന്ന് പറഞ്ഞു, രണ്ടിനും സ്റ്റാൻഡേർഡ് ഈസ് വൺ ആൻഡ് സെയിം. സോ വി നീഡ് ടു പ്രിപ്പയർ അറ്റ് 25 parts per million അല്ലെ, അത്രയും ക്ലോറൈഡ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണം. സോ അതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ അത് സാധാരണ ലാബിൽ അവരുണ്ടാക്കി വെച്ചോളും. എങ്കിലും അതിന്റെ പ്രൊസീജിയർ ഈസ് 0.0824% വെയിറ്റ് ബൈ വോളിയം ഉള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം. ദെൻ അതിൽ നിന്ന് നമ്മൾ ഒരു 5 ml എടുക്കുക. 5 ml എടുത്തിട്ട് 100 ml ഡൈല്യൂട്ട് ചെയ്യും. സോ ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ 100 ml ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോ സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ 10 ml ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. സോ സോഡിയം ക്ലോറൈഡ് അതാണ് സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് വിച്ച് പ്രൊഡ്യൂസസ് 25 parts per million. അത്രയും ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് സോഡിയം ക്ലോറൈഡ് ഇതാണ്. ഇവിടെ നമുക്കറിയില്ല, ടെസ്റ്റ് ആണ്, ഇത് ഇത്രയുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ ഇത്രയാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, ദെൻ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് പറഞ്ഞു, then also we talked about modified limit test for colored type of reagents. So that's all in this video. Thank you for watching.